നമസ്കാരം. പുസ്തകങ്ങളെ നമ്മൾ കണ്ടെത്തുകയല്ല, പലപ്പോഴും പുസ്തകങ്ങൾ നമ്മളെ കണ്ടെത്തുകയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എപ്പോഴും ഒരു നിരാശയൊക്കെ വല്ലാണ്ട് മനസ്സിലേക്ക് ബാധിച്ച സമയത്ത് സ്ഥിരം ചെയ്യുന്ന പോലെ വീടിൻ്റെ അടുത്തുള്ള ആശ്രമത്തിൽ രാവിലെ ഒരു 11:30 പള്ളിയുടെ അകത്ത് കയറിയിരുന്നു. ഒരു മനുഷ്യക്കുഞ്ഞു പോലും അവിടെ ഇല്ല. അല്ലെങ്കിലും ബുധനാഴ്ച രാവിലെ 11:30 ആരാണ് പള്ളിയിൽ പോയി ഇങ്ങനെ ഇരിക്കുക? അപ്പോൾ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പുറകിലെ ഒരു ടേബിൾ ഉണ്ട്. പൊതുവെ അവിടെ കൊന്തയും വിശുദ്ധ രൂപങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പുസ്തകം ഇരിക്കുന്നു. അത് എഴുതിയിരിക്കുന്നത് പണ്ട് ഞാൻ അവിടെ കുട്ടിയായിരുന്ന സമയത്തൊക്കെ പോരുന്ന സമയത്ത് കണ്ടൊരു പുരോഹിതനാണ്. കൗതുകത്തിന്റെ പുറത്തെടുത്ത് വായിക്കുന്നു. ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം വായിച്ചത് 2 ഗീതങ്ങൾക്കിടയിൽ, അതായത് 2 പാട്ടുകൾക്കിടയിൽ നിന്നാണ് അതിന്റെ ടൈറ്റില്. മരിച്ചതൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ ശവശരീരം പള്ളിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് നിന്നാണ് പിന്നീട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പള്ളി അകത്ത് കരച്ചിലുകൾ ഇങ്ങനെ ഉറക്കെ കേൾക്കുന്നുണ്ട്. കാരണം ചെറുപ്പക്കാരനാണ്, അപ്രതീക്ഷിതമായി കടന്നുപോയതാണ്. പുരോഹിതൻ പാട്ട് പാടുന്നുണ്ട്. ആഴത്തിൽ നിന്ന് ഞാൻ ആർദ്രമായി കേഴുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു. മരണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ പുരോഹിതൻ പാടുന്നുണ്ട്. ഒടുവിൽ സെമിത്തേരിയിലോട്ട് പോകുന്നു. കുന്തിരിക്കുമിടുന്നു, മണ്ണിടുന്നു, അവനെ അടക്കുന്നു. ബന്ധുക്കൾ പലരും പിന്നെ ഇരുന്ന് കരയുന്നവരെ വിളിച്ചു മാറ്റുന്നു. അവന്റെ ഏതാനും കൂട്ടുകാർ ആ ഇടം വിട്ടു പോവാതെ പിന്നെ വന്ന് പള്ളിയിൽ കയറി കുറച്ചേരം ഇരുന്നു. അവനെ ഓർത്ത് അവന്റെ ഓർമ്മകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്കൂട്ടത്തിന്റെ ശബ്ദം പുറത്ത്. 2 കാറുകൾ വരുന്നു. ഒരു കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാർ ഏറ്റവും സുന്ദരനായി സ്യൂട്ടും കോട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്നു. അപ്പുറത്തുനിന്ന് ഒരു പെൺകുട്ടി അവളുടെ ഏറ്റവും സൗന്ദര്യമാർന്ന ദിവസത്തിൽ ഇങ്ങനൊരു സാരി കൊടുത്ത് ഇറങ്ങുന്നു. അവർ പരസ്പരം കൈകൾ പിടിക്കുന്നു. അതേ പള്ളിയുടെ അകത്തേക്ക് കയറുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ ചെറുപ്പക്കാരന്റെ ശവശരീരമായിരുന്നു. അതേ ഇടത്തിൽ ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരിയും പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഗാനസംഘം പുതിയ കുടുംബത്തിൻ കതിരുകൾ വീശുന്നു എന്ന് പറയുന്ന പാട്ട് പാടുന്നു. ചുറ്റുമുള്ളവർ ഏറ്റവും സന്തോഷത്തോടു കൂടി ആ വധുവരന്മാരെ നോക്കിയേക്കുന്നു. 2 പാട്ടുകൾക്കിടയിൽ, 2 ഗീതങ്ങൾക്കിടയിൽ നിന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ഈ പള്ളി പോലെ അല്ലെങ്കിൽ ഒരു ആരാധനാലയം പോലെ എല്ലാം കാണുന്ന മറ്റേതുണ്ട്. ഒരു കുട്ടിയുടെ ജനനം തുടങ്ങുമ്പോൾ മാമോദിസ മുക്കുന്ന അവിടെയാണ്. ഒടുവിൽ മരണത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവൻ അവസാനം കൊണ്ടാക്കുന്നതും ആ പള്ളിക്കകത്താണ്. അയാൾ വിവാഹം നടക്കുന്ന അവിടെ തന്നെയാണ്. ഏതൊരു ആരാധനാലയവും എത്രയോ അധികം പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, എത്രയോ നഷ്ടങ്ങൾ കേൾക്കുന്നുണ്ട്, കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്, നന്ദികൾ കേൾക്കുന്നുണ്ട്. പള്ളി പോലൊരു ആരാധനാലയം കണക്കൊരു ഹൃദയം ഉണ്ടാവട്ടെ എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൽ അദ്ദേഹം എഴുതി വെക്കുന്നത്. എല്ലാം കാണുക, എല്ലാത്തിനെയും സ്വീകരിക്കുക, വലിയ സന്തോഷങ്ങളെയും ഇറങ്ങിപ്പോകലുകളെയും എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സ്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. എളുപ്പമാണോ? സന്തോഷം സ്വീകരിക്കുന്ന പോലെ ഒരാളുടെ മരണത്തെ സ്വീകരിക്കാൻ നടക്കില്ല. പക്ഷേ ഒരു രൂപകം കണക്ക് നമുക്ക് ചുറ്റും ഏതൊക്കെയോ അമ്പലങ്ങളും പള്ളികളൊക്കെ ഇങ്ങനെ നിലകൊള്ളുന്നുണ്ട്. പള്ളിക്കകം പോലൊരു ഹൃദയം രൂപപ്പെടുത്താൻ പറ്റട്ടെ എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത്. പിന്നെ ഞാൻ പേജുകൾ മറയ്ക്കുന്നു. കടം ചോദിച്ച സമയം എന്നാണ് 2ാമത്തെ ചാപ്റ്ററിന്റെ പേര്. പ്രായം ചെന്നൊരു അപ്പാപ്പൻ മകളെ വിളിച്ച് ചോദിക്കുകയാണ്, എടിയൊരാഗ്രഹം, നിന്നെയും പിള്ളേരെയൊക്കെ ഒന്ന് കാണണമെന്ന്. പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹമാണ്, ഞാൻ ഈ മാസം അടുത്ത മാസം അങ്ങോട്ടേക്ക് വന്നാലോ. വാർദ്ധക്യത്തിന്റെ മടുപ്പിൽ ഇത്തരം ചില കുട്ടി ആഗ്രഹങ്ങളും ചിന്തകളും തോന്നലുകളും ഒക്കെ പെട്ടെന്ന് വരുമല്ലോ. അപ്പൊ മോള് പറഞ്ഞു, അപ്പച്ച എപ്പോഴാന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വരാം. ഇപ്പൊ പിള്ളേരുടെ പരീക്ഷയുടെ സമയമാണ്, ജോലിയുടെ തിരക്കും വളരെ സ്ട്രഗിൾ ആയിട്ട് നടക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും വൈകാതെ തന്നെ അപ്പച്ചനെ നമ്മൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് തന്നെ അങ്ങോട്ടേക്ക് വരും. ഇപ്പൊ ഒരു അവസ്ഥയിലാണെന്ന് പറയുന്നു. കൃത്യ ഒരു മാസത്തിനുള്ളിൽ ഇതുപോലൊരു കസിൻ നാട്ടിൽ നിന്ന് വിളിക്കുന്നു, അപ്പന് നല്ല നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിലാണ്, വരാൻ പറ്റുമോ? അപ്പം മരിച്ചു എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കാത്ത രീതിയിൽ ഒതുക്കിയതാണ് ആ വാചകം. അപ്പനൊരു നെഞ്ചുവേദനയാണെന്ന്. അപ്പൻ, അതായത് പേരക്കിടാങ്ങളുടെ അപ്പൻ, മകളുടെ അച്ഛൻ മരിക്കുന്നു. ആ വീട് പിന്നെയും വലിയൊരു സങ്കടത്തിന്റെ, ഏകാന്തതയുടെ, കുറ്റബോധങ്ങളുടെ ഇടമായി മാറാണ്. ഇതിനകത്ത് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതൊക്കെ എന്നെങ്കിലും നമ്മളെയും വേണ്ടാന്ന് വെക്കും. നമ്മൾ സ്വീകരിച്ചതൊക്കെ എന്നെങ്കിലും നമ്മളെയും സ്വീകരിക്കും. സമയം ഇങ്ങനെ കടന്നു പോവും. സ്നേഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാവുന്നിടത്തോളം ശ്രമിക്കുക എന്നുള്ളതാണ്.
മൂന്നാമത് പറഞ്ഞത് ആകസ്മികം എന്നൊരു ചാപ്റ്ററാണ്. ഈ എഴുത്തുകാരൻ കുട്ടിക്കാലത്ത് ക്ലാസ്സിൽ പോകാൻ വൈകി, ഓടിപ്പടഞ്ഞ് ബാഗൊക്കെ ഇറക്കി ഇങ്ങനെ ചെതറി കിടക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് ഇറങ്ങി ഓടാണ്. ബസ് സ്റ്റോപ്പിലെത്തി. കൂട്ടം കൂടി ഇരിക്കുമ്പോഴൊക്കെ പിള്ളേർ നിൽക്കുമ്പോൾ ബസ്സുകൾ നിർത്തുമല്ലോ. ഒറ്റയ്ക്കൊരുത്തനെ കണ്ടിട്ട് ഒരുത്തം പോലും ചവിട്ടുന്നില്ല. ബസ് ആഞ്ഞിങ്ങനെ പോവാ. ടെൻഷൻ കയറി വരുന്നു. പെട്ടെന്നാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. പയ്യൻ ആ കാഴ്ച കാണുന്നത് ചീറിപ്പാഞ്ഞു വന്നൊരു ബസ് ഒരു മധ്യവയസ്കനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. എല്ലാവരും ഓടിക്കൂടുന്നു. ആദ്യമായിട്ടാണ് ആ പയ്യൻ ഒരു അപകടം നേരിട്ട് കാണുന്നത്. അന്ന് ഒരുപാട് സംസാരം കേട്ടു. വല്ലാത്ത അവസ്ഥ നിലയിലാണ്. അധികാരം ഉണ്ടാവും തോന്നില്ല. നടുവും മുതും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട്. കൂടി വന്ന 1 മാസം അതിനുള്ളിൽ ഇയാളുടെ കാര്യം അവസാനിക്കാൻ സാധിക്കും. അതുപോലത്തെ ഇടിയായിരുന്നു. ഈ എഴുത്തുകാരൻ ഈ സംഭവം ഓർക്കുന്നത് 25 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ചരമക്കോളം പത്രം ഇങ്ങനെ മറച്ചു നോക്കുന്ന നേരത്ത് പരിചയമുള്ളൊരു മുഖം നോക്കുമ്പോൾ അന്ന് 25 വർഷം മുമ്പ് ആക്സിഡന്റിൽ പെട്ട മനുഷ്യനാണ്. 1 മാസം പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് പിന്നെയും ഒരു 25 വർഷം നീട്ടിക്കൊടുത്ത ഈശ്വരനാണോ, പ്രകൃതിയാണോ, നിയോഗമാണോ അറിയില്ല. അദ്ദേഹം പറയുന്നു, നമ്മുടെ കൺമുൻപിൽ നമ്മളിങ്ങനെ പലതും കാണും, പലതും കേൾക്കും, പലതും പറയും. ഇതൊക്കെ ഇത്രേ ഉള്ളൂ, ഇതിക്കൊള്ളൊന്നും സംഭവിക്കാൻ പോണില്ല. ആർക്കറിയാം? നിങ്ങൾക്കൊരു 25 വർഷവും കുറച്ച് കാത്തിരുന്നാൽ കുറെ കൂടി വലിയ സന്തോഷങ്ങളോ ആരോ കാത്തു വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേര് നേയം എന്നാണ്. എനിക്ക് ഉറപ്പാണ് ഇത് ഒരു 1000 കോപ്പി പോലും വിറ്റിട്ടുണ്ടാവില്ല. കാരണം 2018 പബ്ലിഷ്ഡ് ആയതാണ്. 100 രൂപയാണുള്ളത്. കോപ്പീസ് 1000 ആണ്. അതങ്ങനെ 4-5 കോപ്പികൾ ഫസ്റ്റ് എഡീഷൻ തന്നെ പള്ളിയുടെ പുറകിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വായിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. ഒരുപക്ഷെ ആ ബുക്ക് എന്നെ കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ട് മാത്രം 2018 ജസ്മൻ പനമ്പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ആ പുസ്തകം കാലങ്ങൾക്ക് ശേഷം എന്നെ കണ്ടുമുട്ടുന്നു. അതിലെ 3 കഥകൾ നിങ്ങളെ കണ്ടുമുട്ടുന്നു. ആ പള്ളിക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് നിരാശയോടുകൂടി കയറി ഈ 3 ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കും വിധം ഇതിലെ വരികൾക്ക് എന്തോ ശക്തി ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഈ കഥകളിൽ ഏതോ ഒരു കഥ നിങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തെയോ ആത്മാവിനെയോ ചലിപ്പിച്ചിട്ടുണ്ടാവും. പള്ളി കണക്ക് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു ഹൃദയം സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും കണ്ണടച്ച് ഒരുപോലെ സ്വീകരിക്കാൻ പറ്റട്ടെ. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വേണ്ടാന്ന് വെച്ചതൊക്കെ നമ്മളെയും വേണ്ടെന്ന് വെക്കുമായിരിക്കും. നമ്മൾ സ്വീകരിച്ചതിനൊക്കെ എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കപ്പെടും മറ്റുള്ളവരുടെ മുമ്പിൽ. പിന്നെ ആളുകളുടെ മുമ്പിൽ ആകസ്മികം ആളുകളുടെ കമന്റുകൾ, ഇതെന്താവാനാണ്, ഇതധികം കാലം ഓടില്ല. ആർക്കറിയാം? 25 വർഷം നീട്ടിക്കിട്ടിയ മധ്യവയസ്കനെ പോലെ സങ്കടങ്ങൾക്കൊടുവിൽ വലിയൊരു സന്തോഷം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലോ. ഈ പുസ്തകം, ഈ 3 ചാപ്റ്ററുകൾ എന്റെ മുമ്പിൽ എത്തിച്ച ഈശ്വരൻ നന്ദി. താങ്ക് യു.